മംഗലത്തുനട സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷൻ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ബൈബിൾ നാടകം ശിംശോൻ, ഇസ്രായേലിന്റെ സിംഹം. കർത്താവേ, ഈ ദുരിതം എന്ന് അവസാനിക്കും? ഫെലിസ്ത്യർ നമ്മുടെ വിളവുകളെ നശിപ്പിക്കുന്നു, നമ്മെ അടിമകളാക്കുന്നു. നമുക്കൊരു നേതാവില്ലാത്തതാണ് നമ്മുടെ ശാപം. ന്യായാധിപന്മാരില്ലാത്ത ഇസ്രായേൽ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. സഹോദരങ്ങളെ, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം നമ്മെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. മനോഹ, നിനക്ക് ഭാഗ്യമുണ്ട്. നിന്റെ വീട്ടിൽ സമാധാനമെങ്കിലും ഉണ്ടല്ലോ. പക്ഷേ നിനക്കൊരു മകനില്ലാത്തത് വലിയൊരു കുറവ് തന്നെ. നിന്റെ വംശം നിലനിർത്താൻ ആരുമില്ലല്ലോ. അതെല്ലാം ദൈവനിശ്ചയമാണ്. എൻ്റെ ഭാര്യ വന്ധ്യയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വന്ധ്യയായ സ്ത്രീയെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതിനാൽ ജാഗ്രതയായിരിക്കുക. നീ വീഞ്ഞോ മദ്യമോ കുടിക്കരുത്, ശുദ്ധിയല്ലാത്തതൊന്നും തിന്നരുത്. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കുകയും അരുത്. അങ്ങ് ആരാണ് എൻ്റെ കർത്താവേ? ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? സാറാ, ഞാൻ ആരെന്നതിലല്ല, ജനിക്കാനിരിക്കുന്ന ആ കുട്ടി ജനനം മുതൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു നസ്രയനായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയപ്പെട്ടവനെ, വേഗം വരൂ. ഇതാ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. എന്തു പറ്റി? നീ എന്തിനാണ് ഇത്ര ആവേശപ്പെടുന്നത്? ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു. ആ രൂപം ഒരു മാലാഖയുടെ രൂപം പോലെ വളരെ അസാധാരണമായിരുന്നു. നമുക്കൊരു മകൻ ജനിക്കുമെന്നും അവൻ ഇസ്രായേലിനെ രക്ഷിക്കുന്നവനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇത് സത്യമാണെന്ന് അങ്ങ് എനിക്കും കാട്ടിത്തരണേ. മനോഹ, ഇതാ ആ ദൈവപുരുഷൻ. സർവശക്തനായ ദൈവം അങ്ങയുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ സ്ത്രീയോട് സംസാരിച്ച പുരുഷൻ നീയോ? ഞാൻ തന്നെ. അങ്ങനെയെങ്കിൽ ഇനി നിന്റെ വാക്ക് സത്യമായി തീരുമ്പോൾ ആ ബാലൻ്റെ ജീവിത രീതി എന്തായിരിക്കണം? അവനെ ഞങ്ങൾ എങ്ങനെയാണ് വളർത്തേണ്ടത്? ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം അവൾ ജാഗ്രത പുലർത്തട്ടെ. മുന്തിരിയിൽ നിന്നുണ്ടാകുന്നതൊന്നും അവൾ തിന്നരുത്. അവൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ശുദ്ധിയല്ലാത്തതൊന്നും തിന്നരുത്. ഞാൻ കൽപ്പിച്ചതെല്ലാം അവൾ പാലിക്കട്ടെ. അങ്ങേക്ക് വേണ്ടി ഞങ്ങളൊരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യാം. അതുവരെ അങ്ങ് എൻ്റെ ഈ ഭവനത്തിൽ താമസിക്കണേ. നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ഭക്ഷണം കഴിക്കുകയില്ല. എന്നാൽ നീ ഒരു ഹോമബലി ഒരുക്കി അത് കർത്താവിന് സമർപ്പിച്ചു കൊടുക്കാം. അല്ലയോ, നിന്റെ വാക്ക് സത്യമായി തീരുമ്പോൾ നിന്നെ ഞങ്ങൾ ബഹുമാനിക്കേണ്ടതിന് എന്താണ് അങ്ങയുടെ പേര്? എൻ്റെ നാമം അത്ഭുതമായിരിക്കെ നീ എന്തിനാണ് അത് ചോദിക്കുന്നത്? യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവപുരുഷന്റെ വാക്ക് അന്വർത്ഥമാകും വിധം സാറ ഒരു പുത്രനെ പ്രസവിച്ചു. ആ കുഞ്ഞിന് ശിംശോൻ എന്ന് പേര് നൽകി. ബാലൻ വളർന്നു. ദൈവത്തിന്റെ അനുഗ്രഹം എന്നും അവന്റെ മേൽ വസിച്ചു. മാതാപിതാക്കളുടെ യാതനയും കഷ്ടതകളും കണ്ടു വളർന്ന ശിംശോൻ ദൈവനിശ്ചയമെന്നോണം വേലകൾക്കായി ഫെലിസ്ത്യ ദേശത്തെ തിമ്ന എന്ന പട്ടണം. ഇവൾ അതീവ സുന്ദരിയായിരിക്കുന്നല്ലോ. ചേച്ചി, ദാ നോക്കൂ, ഇയാൾ ആരാണ്? ഇതുവരെ ഇവിടെ കാണാത്തൊരു മുഖം. ഹേ, താങ്കൾക്ക് ധാന്യം എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്ക് ധാന്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. ഞാനൊരു തൊഴിൽ തേടിയാണ് ഈ ദേശത്തേക്ക് വന്നത്. ഓ, താങ്കൾ ഏത് ദേശത്തു നിന്നാണ് വരുന്നത്? ഞാനൊരു ഇസ്രയേലിനാണ്. എൻ്റെ പേര് ശിംശോൻ. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ഹന്ന എന്നാണ്. തിമ്നയുടെ വടക്ക് ഭാഗത്തുള്ള
മലയുടെ താഴ്വരയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഹന്ന, ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ നിന്നിൽ അനുരക്തനായി. നിന്നെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഇസ്രായേലിനായ താങ്കളെ വിവാഹം ചെയ്യുവാൻ ഫെലിസ്ത്യ വംശജരായ എൻ്റെ മാതാപിതാക്കൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി നിങ്ങളുടെ ഭവനത്തിൽ വന്ന് അവരെ അനുനയിപ്പിക്കാം. ഇവൻ ഇസ്രായേലിനല്ലേ? ഒരു ഫിലിസ്ത്യ സ്ത്രീയുമായി വിവാഹം ആലോചിക്കാൻ മാത്രം ഇവന് ധൈര്യം എവിടെ നിന്നുണ്ടായി? രാജാവ് പറഞ്ഞാൽ ഇവന്റെ കഥ കഴിഞ്ഞു തന്നെ. മാതാവേ, ഇതാ ഞാൻ മടങ്ങിയെത്തിയിരിക്കുന്നു. ആഹാ മകനെ, എന്തേ പോയിട്ട് ഇത്ര പെട്ടെന്ന് നീ മടങ്ങി വന്നത്? അത് എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടുമായിട്ട് ഒരു പ്രധാന കാര്യം അറിയിക്കാനുണ്ട്. ശിംശോനെ മകനെ, എന്തിനാണ് ഈ മുഖവുര? ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ദൈവം തന്നത് നിന്നെയല്ലേ? ഇന്നേ വരെ നിന്റെ ഒരു ഇഷ്ടങ്ങൾക്കും ഞങ്ങൾ എതിരെ നിന്നിട്ടില്ലല്ലോ. അതെ, എന്താണെങ്കിലും മടിക്കാതെ പറയൂ. പിതാവേ, ഇന്ന് ഇതുവരെയായിട്ടും നിങ്ങൾ ഇരുവരും എന്നെ ഒന്ന് ശകാരിച്ചിട്ടുകൂടിയില്ല. എൻ്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നിങ്ങൾ പുറത്തു തന്നിട്ടുമുണ്ട്. എൻ്റെ ഈ ഒരാഗ്രഹം കൂടി നിങ്ങൾ സാധിച്ചു തരണം. ഞങ്ങളെ കൊണ്ടാവുന്നതെന്തും ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപുത്രന് സാധിച്ചു തരും. എന്താണെങ്കിലും പറയൂ. തിമ്നയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഞാൻ കാണുവാനിടയായി. അവളെ കണ്ട മാത്രയിൽ തന്നെ ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുറപ്പിച്ചു. മകനെ, 40 സംവത്സരങ്ങളായി നമ്മുടെ ജനത്തിനെ കാൽ കീഴിലാക്കി വെച്ചിരിക്കുന്ന ഫെലിസ്ത്യരുടെ കൂട്ടത്തിലെ ഒരുവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിനക്ക് എങ്ങനെ തോന്നി? നമ്മുടെ സകലമാന ജനത്തിനിടയിലും നിനക്ക് യോജിച്ചവളായി ആരുമില്ലേ? ഉണ്ടാവാം, പക്ഷെ എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്. അവളെ അല്ലാതെ എനിക്ക് ആരെയും വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല. മകനെ, നിനക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പ്രായമായി. ഇനി ഞങ്ങളായിട്ട് എതിർത്തെന്ന് വേണ്ട. എന്നാലും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. സാറാ, നമ്മളായിട്ട് നമ്മുടെ പുത്രൻ്റെ ഒരാഗ്രഹങ്ങൾക്കും എതിരെ നിൽക്കണ്ട. ചിലപ്പോൾ ഇതാവും ദൈവനിശ്ചയം. എല്ലാം അവിടുത്തെ ഹിതം പോലെ നടക്കട്ടെ. എങ്കിൽ അടുത്ത അമാവാസി നാളിൽ നമുക്ക് തിമ്നയിലേക്ക് പോകാം. എല്ലാം ഭംഗിയായി നടക്കട്ടെ. പിതാവേ, സൂര്യതാപത്തിന് കാഠിന്യമേറുന്നതിന് മുന്നേ നമുക്ക് അവരുടെ ഭവനത്തിലെത്തണം. അതെ, ഏത് വിധേനയും നമ്മുടെ മകന്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റി കൊടുക്കണം. പിതാവേ, സൂര്യന്റെ തീഷ്ണത ഏറി വരുന്നു. നിങ്ങൾ ഇരുവരും മുൻപേ നടന്നോളൂ. ഇവൻ ആ ഇസ്രായേലിനല്ലേ? എന്താണ് ഇവൻ ചെയ്തത്? വെറും കൈകൾ കൊണ്ട് ഒരു സിംഹത്തെയല്ലേ കൊന്നുകളഞ്ഞത്? അപ്പോൾ വെറും ഒരു നിസ്സാരക്കാരനായ ഇസ്രായേലിനല്ല അവൻ. അവന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണമല്ലേ? ആഹാ, ഇങ്ങനെ പോയാൽ ഇവൻ എനിക്കും നമ്മുടെ ആളുകൾക്കും ഒരു ഭീഷണിയായി തീരുമല്ലോ. എത്രയും പെട്ടെന്ന് മഹാരാജാവിനെ ഈ കാര്യങ്ങൾ അറിയിക്കണം. പ്രഭു, തിമ്നയിലെ നാട്ടുപ്രമാണിയായ തദേവൂസ് അങ്ങുന്നിനെ മുഖം കാണിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് കടന്നു വരാൻ പറയൂ. പ്രഭു, പ്രഭു, എന്താണ് തദേവൂസ്? എന്തിനാണ് താൻ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? പ്രഭു, ഞാനൊരു ഇസ്രായേലിനെ കണ്ടു. അവൻ ചില്ലറക്കാരനല്ല.
ആരാണവൻ? താൻ കാര്യം വ്യക്തമാക്കൂ. മഹാറാണി, അവൻ തൻ്റെ വെറും കൈകൾ കൊണ്ട് ഒരു സിംഹത്തിനെ കൊന്നുകളഞ്ഞു. മാത്രമല്ല, ഇസ്രായേലിനായി അവൻ നമ്മുടെ ഫിലിസ്തീയ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുകയാണ്. വെറും കൈകൾ കൊണ്ട് സിംഹത്തെ വധിച്ചെന്നോ? അതെ പ്രഭു, ഞാൻ പറയുന്നത് സത്യമാണ്. അവനൊരു നിസ്സാരക്കാരനല്ല. അവനെ ഇങ്ങനെ വിട്ടാൽ നമുക്ക് തന്നെയാണ് ആപത്ത്. ഇയാൾ പറയുന്നത് ശരിയാണെങ്കിൽ അവൻ വെറും ഒരു നിസാരനല്ല. എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. റാണി, എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? അവൻ ഒരു സാധാരണക്കാരനാകാനേ തരമുള്ളൂ. നമുക്കിതേപ്പറ്റി അന്വേഷിക്കാൻ സൈന്യാധിപനെ അയക്കാം. അർഫാൻ, അർഫാൻ! പ്രഭു, കൽപ്പിച്ചാലും. അർഫാൻ, ഒരു നിസ്സാര കാര്യമേ ഉള്ളൂ. തദേവൂസ് ഒരു ഇസ്രായേലിനെ പറ്റി പറയുകയുണ്ടായി. അവൻ ആരെയെന്നൊന്ന് തിരക്കി വരണം, അത്രേ ഉള്ളൂ. ശരി പ്രഭു. ഏറെക്കാലമായി എൻ്റെ ആയുധത്തിൽ രക്തക്കറ പറ്റിയിട്ട് അവൻ്റെ തല ഞാൻ പ്രഭുവിന് മുന്നിൽ കാഴ്ചവെക്കും. അതൊന്നും വേണ്ട അർഫാൻ. എത്ര രക്തച്ചൊരിച്ചിലുകൾ, നമുക്കിതെല്ലാം മതിയായി. അവൻ ആരായാലും അവൻ്റെ അഹങ്കാരം ശമിപ്പിച്ചിട്ട് വന്നാൽ മതി നിങ്ങൾ. ഹന്ന, നമ്മുടെ വിവാഹം ഇത്ര വേഗത്തിൽ നടക്കുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഇത് ദൈവനിശ്ചയമാണ്. ഇതെൻ്റെ ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. ഇവനാണ് ഇസ്രായേലൻ. ഇവനാണോ ആ ധൈര്യശാലി? നമ്മെ എതിർക്കാൻ മാത്രമുള്ള ധൈര്യം ഇവനുണ്ടോ? എങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ. ഭടന്മാരെ, അവരെ പിടിച്ചു കെട്ടു. അയ്യോ, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുതേ. തദേവോസ്, ഇവനാണോ സിംഹത്തെ വെറും കൈകൾ കൊണ്ട് കൊന്നു കളഞ്ഞ ധീരൻ? അവൻ നമ്മുടെ ഭടന്മാരെ ഓരോരുത്തരെ കൊന്നുകളയുകയാണ്. ഇനി ഇവിടെ നിന്നാൽ നമ്മളെ അവൻ കൊല്ലും. എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടണം. നിങ്ങൾ ഇനിയും ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. അവർ ഇനിയും നിങ്ങളെ തേടി വരും. അതിന് അങ്ങ് ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്നത് സഹിക്കാനാവില്ല. എത്രയും പെട്ടെന്ന് അങ്ങ് പിതൃഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകൂ. ഇസ്രായേലിന്റെ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് ഒന്നിനെയും ഭയമില്ല. എന്നിരുന്നാലും നിന്റെ വാക്ക് തിരസ്കരിക്കാനും എനിക്കാവില്ല. ഞാൻ ഇപ്പോൾ പോകാം. ഇത്രയും ഫെലിസ്തരുമായി ഒറ്റയ്ക്ക് പോരാടിയ ശിംശോനെ ഇസ്രായേൽ ജനം വാഴ്ത്തി. അവർ അവനെ അവരുടെ ന്യായാധിപനാക്കി. പ്രഭു, അങ്ങീയിടെയായി എപ്പോഴും രാജ്യകാര്യങ്ങളിൽ മാത്രമാണ് മുഴുകിയിരിക്കുന്നത്. അങ്ങനെ ഗൗനിക്കുന്നേയില്ല. എന്താണ് പ്രിയേ, എനിക്കെൻ്റെ പ്രിയ പത്നിയുടെ എല്ലാം ഞാൻ നിനക്ക്. പ്രഭു, അവൻ നമ്മുടെ ആളുകളെ എല്ലാം കൊന്നുകളഞ്ഞു. അവൻ നമ്മൾ കരുതിയതുപോലെ സാധാരണ ഇസ്രായേലിനല്ല. ഞങ്ങൾ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു വന്നതാണ്. എന്ത്? അവൻ ഇത്രയ്ക്ക് ധിക്കാരമോ? അവനെയും അവന്റെ കുടുംബത്തെയും അഗ്നിക്കിരയാക്കൂ. ഇതാണ് എന്റെ കൽപ്പന. തിമ്നയിലേക്ക് തിരികെ എത്തിയ ശിംശോൻ അറിയുന്നത് തൻ്റെ ഭാര്യയെയും പിതാവിനെയും ഫെലിസ്ത്യ രാജാവ് ചുട്ടുകൊന്നുകളഞ്ഞു എന്ന വിവരമാണ്. ഇതിൽ ക്ഷുഭിതനായ ശിംശോൻ ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് മുന്നിൽ വന്ന ഫെലിസ്ത്യരെയെല്ലാം കൊന്നൊടുക്കി. കൂടാതെ ഫെലിസ്ത്യ ജനങ്ങളുടെ ധാന്യശേഖരമെല്ലാം അവൻ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. പ്രഭു, അങ്ങ് എന്താണ് ഇത്ര കാര്യമായി ആലോചിക്കുന്നത്? അവർ, ആ ഇസ്രായേൽ ജനങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. അത് നമ്മിൽ വല്ലാത്ത ആശങ്ക ഉളവാക്കുന്നു. അങ്ങ് തളരാതിരിക്കൂ.
അവരുടെ പുതിയ ന്യായാധിപൻ ആ ശിംശോനെ മുന്നിൽ കണ്ടിട്ടാണ് ഇസ്രായേൽ ജനങ്ങൾ ഇപ്പോൾ അഹങ്കരിക്കുന്നത്. അതെ, അവൻ തന്നെയാണ് അവരുടെ ധൈര്യം. അവന്റെ കണ്ണ് ചുഴ്ന്നെടുത്ത് നമ്മുടെ ജനങ്ങൾക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കുന്ന. പ്രഭു, അങ്ങയുടെ സൈന്യത്തിന് അവനെ ഒന്ന് തൊടുവാൻ പോലും കഴിയുന്നില്ല. ഈ അവസരത്തിൽ രോക്ഷം കൊണ്ടിട്ട് കാര്യമില്ല. തന്ത്രപൂർവമേ അവനെ ഇല്ലാതാക്കാൻ സാധിക്കൂ. അതെ മഹാറാണി, അവൻ ആ ശിംശോന് എന്തോ ഒരു അദൃശ്യ ശക്തിയുണ്ട്. അല്ലാതെ സാധാരണ ഒരുവന് ഇത്രയും കാര്യങ്ങൾ അസാധ്യമാണ്. പ്രഭു, ഇസ്രായേൽ ജനം രാജ്യത്തിന്റെ സകല ഭാഗങ്ങളിലും ശക്തിയാർച്ചു വരികയാണ്. അവർ എല്ലായിടങ്ങളിലും നിർഭയവാസം തുടങ്ങിയിരിക്കുന്നു. പ്രഭു, അടിയൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഈ കൂട്ടത്തെ ഇങ്ങനെ കയറി വിടുന്നത് എന്തുകൊണ്ടും നമുക്ക് ആപത്താണ്. അതെ തദേവൂസ്, ഇക്കാര്യത്തെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ ഇസ്രായേൽ പരിശകൾക്ക് ഇപ്പോൾ നമ്മുടെ ഇടയിൽ എന്തും ചെയ്യുവാനുള്ള ധൈര്യമായിരിക്കുന്നു. അവരുടെ ദൈവമായ യഹോവ അത്ര തീഷ്ണതയുള്ളവനാണ് പോലും. കൂടാതെ ഇപ്പോൾ അവരുടെ ആ ന്യായാധിപനുണ്ടല്ലോ ശിംശോൻ, അവൻ ഉഗ്രശക്തിയുള്ളവനും ധൈര്യശാലിയുമാണ് പോലും. പിന്നെ യഹോവ. നിർത്തൂ! യഹോവ യഹോവ, പിന്നെ ഇപ്പോൾ ശിംശോൻ. കേട്ട് കേട്ട് മതിയായി. പ്രഭു, അങ്ങ് ശോഭിക്കാതിരിക്കൂ. ഈ നീണ്ടു കിടക്കുന്ന ഫിലിസ്തീയ സാമ്രാജ്യം മറ്റേത് രാജ്യങ്ങളെയും കാൽക്കില്ലാക്കാൻ പോകുന്ന സൈന്യവും ആയുധ ശേഖരങ്ങളും, ഇതിനെല്ലാം ഉപരി ശക്തിപൂർണനായ നമ്മുടെ മഹാദേവൻ ദാഗോൻ, ഇതെല്ലാമുള്ള നമ്മുടെ മുന്നിൽ യഹോവയും ശിംശോനും വെറും ഓർമ്മയും മാറും. നാം മാറ്റിയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ നാം ഈ അധികാര ചെങ്കോൾ പിടിച്ച് ഈ സാമ്രാജ്യത്തിന് അധിപതിയായിരിക്കുന്നതിൽ എന്തർത്ഥം? പ്രഭു, അവൻ്റെ ഭാര്യയെ നാം കൊന്നുകളഞ്ഞതിന് പ്രതികാരമായിട്ട് 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് കെട്ടി പന്തം കത്തിച്ച് നമ്മുടെ ഒരു സംവത്സരത്തേക്കുള്ള കൃഷി മുഴുവൻ അവൻ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടും കലിയൊടുങ്ങാത്ത അവൻ മുന്നിൽ വന്ന ഫെലിസ്ത്യ ജനങ്ങളെല്ലാം വെറും ഒരു കഴുതയുടെ താടിയോല കൊണ്ട് കൊന്നൊടുക്കി. ഹോ, അവന്റെ വീരപ്രവർത്തികളോട് കണക്കെടുക്കാനാണോ നിങ്ങൾ ഈ അവസരത്തിൽ ഇവിടേക്ക് വന്നത്? മതിയാക്കല്ല. നമ്മുടെ സൈനിക ശക്തി കൊണ്ടോ ആയുധ ബലം കൊണ്ടോ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. എന്നിട്ടും പ്രഭുവിൻ്റെ മുന്നിൽ വന്ന് അവൻ്റെ വീരകഥകൾ പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? മഹാറാണി, നമ്മുടെ സൈന്യത്തിനോ ആയുധങ്ങൾക്കോ അവനെ വകവരുത്താനാവില്ലായിരിക്കാം. പക്ഷേ അവനെ തകർക്കുവാനുള്ള ഒരു പോംവഴി കണ്ടെത്തിയിട്ടാണ് ഞാനും സൈന്യാധിപനും ഇവിടേക്ക് വന്നത്. അതെന്താണ് തദേവൂസ്? ഏത് അതിശക്തനെയും ബലഹീനനാക്കാൻ കഴിവുള്ള ഒന്നാണ് പ്രഭു പ്രണയം. അതിന് പ്രഭു, സൊറേക് താഴ്വരയിലെ ഒരു ഫെലിസ്ത്യ യുവതിയുമായി അവൻ പ്രണയത്തിലാണ്. ഫെലിസ്ത്യ നാട്ടിലെ ആരുടെയും മനം മയക്കുന്ന സ്വപ്നസുന്ദരിയായ അവൾ വിചാരിച്ചാൽ നമുക്ക് അവൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാം. തദേവൂസ്, അവൾ ആരാണ്? ഫിലിസ്തീൻ നാടിൻ്റെ സൗന്ദര്യറാണി എന്ന് ജനങ്ങൾ വാഴ്ത്തുന്ന അവളുടെ പേര് ദലീല എന്നാണ്. ശിംശോന്റെ പ്രേമഭാജനമായ അവൾ നമ്മെ സഹായിക്കുമോ? സ്വർണവും പണവും കണ്ടാൽ മയങ്ങാത്ത ആട്ടക്കാരികളുണ്ടോ? ഇനി അഥവാ അവൾ നമ്മെ സഹായിക്കാൻ വിസമ്മതിച്ചാൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. പ്രഭു, ഇതൊരു നല്ല ബുദ്ധിയാണെന്ന് എനിക്കും തോന്നുന്നു. ശരിയാണ് പ്രഭു, ചതിയിലൂടെ മാത്രമേ നമുക്ക് അവനെ തകർക്കാൻ സാധിക്കൂ. അങ്ങനെയെങ്കിൽ നാളെ തന്നെ നമുക്ക് അവളെ പോയി കാണാം. അർഫാൻ, എത്രയും പെട്ടെന്ന് തന്നെ അവളെ നമ്മുടെ വരുതിയിലാക്കണം. ആജ്ഞ പോലെ പ്രഭു. ഫെലിസ്ത്യ നാടിൻ്റെ സൗന്ദര്യറാണിക്ക് ഈ ഉള്ളവൻ്റെ പ്രണാമം. കൊള്ളാം, ആ പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു. ആട്ടെ, എന്താണ് ഫെലിസ്ത്യ സാമ്രാജ്യത്തിൻ്റെ സൈന്യാധിപൻ്റെ ആഗമനോദ്ദേശം? മദ്യമോ മാംസമോ? രണ്ടുമല്ല, പണം. ഈ സൗന്ദര്യപുഷ്പത്തെ പൊന്നുകൊണ്ട് മൂടാൻ. പക്ഷേ അതിനൊരു പ്രത്യുപകാരം കൂടി ചെയ്യണം. പ്രതീക്ഷിച്ചു. പ്രത്യുപകാരം? വന്ന കാര്യം പറയൂ. ഫെലിസ്ത്യ നാടിൻ്റെ പ്രഭു മറ്റ് നാട്ടുപ്രമാണികളും ഉടനെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അവർക്ക് നിന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. എന്നെ കൊണ്ട് ഫെലിസ്ത്യ നാടിന് ആവശ്യമോ? ശരി, അങ്ങ് വന്ന കാര്യം പറയൂ. അവൻ, ആ ഇസ്രായേലിയൻ, ഇപ്പോൾ ഇവിടുത്തെ പ്രേമഭാജനമായ ശിംശോൻ, അവനെ പ്രതി പ്രഭുക്കൂട്ടം മുഴുവനും പരിഭ്രമിച്ചു തുടങ്ങി. പരിഭ്രമിച്ചു തുടങ്ങും.
അവൻ ആൺകുട്ടിയാണ്. കരിമ്പാറയുടെ ഉറപ്പും കാട്ടുപോത്തിൻ്റെ ശൗര്യമുള്ള ആണൊരുത്തൻ. ആ സൗന്ദര്യം, ഞാൻ ഭാഗ്യവതിയാണ്. അതാ പ്രഭുക്കന്മാർ എത്തിക്കഴിഞ്ഞു. എല്ലാം പറഞ്ഞ പോലെ മനസ്സ് വച്ചാൽ പണം കൊയ്യാം. പിന്നെ കാര്യം നടന്നാൽ ഈ ഉള്ളവനെ തള്ളിക്കളയരുത്. ഞാനാണ് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത്. ഫിലിസ്തീൻ നാടിൻ്റെ പ്രമാണിമാർക്ക് ഈ ഉള്ളവളുടെ ഭവനത്തിലേക്ക് സ്വാഗതം. ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തു നിന്നും കൊണ്ടുവന്ന മേൽത്തരം വീഞ്ഞ് അങ്ങയ്ക്കായി പകർന്നു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയ്ക്കായി വിശ്രമമുറികൾ തയ്യാറായി കഴിഞ്ഞു പ്രഭു. ദലീല, നിന്റെ മേൽത്തര വീഞ്ഞുകൾ നുകർന്ന് പട്ടുമെത്തിൽ ശയിക്കാനല്ല ഞാൻ ഇവിടെ വരെ വന്നത്. നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഫിലിസ്ത്യ ദേശത്തിനും നമ്മുടെ സിംഹാസനത്തിനും തലവേദനയായി മാറിയ ആ ഇസ്രായേലിയൻ ശിംശോൻ ആദ്യമായും അവസാനിക്കണം. അതിന് എനിക്ക് നിന്റെ സഹായം വേണം. ക്ഷമിക്കണം പ്രഭു. ശിംശോൻ അവനെൻ്റെ എല്ലാമാണ്. ഞങ്ങളുടെ പ്രണയം അത്രമേൽ ആഴമേറിയതാണ്. സ്നേഹം? അപ്പോൾ നിന്റെ നാടിനോട് നിനക്ക് സ്നേഹമില്ലേ? കടപ്പാടില്ലേ? അവൻ, ആ ശിംശോൻ, ഈ ഫിലിസ്ത്യ നാടിന്റെ അന്തകനാണ്. നീ ഒരു ഫിലിസ്ത്യ സ്ത്രീയാണ്. അവൻ ഒരു ഇസ്രായേലിനും. അത് നീ മറക്കരുത്. നമ്മുടെ നാടിനൊരു ആവശ്യം വരുമ്പോൾ നീ സഹായിക്കണം. വെറുതെ വേണ്ട, നീ ചോദിക്കുന്നത് എന്ത് ഞാൻ നൽകും. ഇത് എൻ്റെ ഉറപ്പാണ്. പ്രഭു, ഈ രാജ്യം അങ്ങയുടെ കാൽക്കീഴിലാണ്. അങ്ങൊന്ന് വിരഞ്ഞൊടിച്ചാൽ ആയിരക്കണക്കിന് പട്ടാളക്കാരും 10,000-കണക്കിന് മല്ലന്മാരും ഇവിടെ ഈ നിമിഷം അണിനിരക്കും. അങ്ങനെയുള്ളപ്പോൾ വെറും പെണ്ണായ ഞാൻ... നീ പറഞ്ഞത് ശരിയാണ് ദലീല. പക്ഷേ ശിംശോന്റെ കാര്യത്തിൽ ശക്തിയേക്കാൾ ബുദ്ധിയാണ് ആവശ്യം. അവനിൽ എന്തോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ സ്രോതസ് മനസ്സിലാക്കണം. അത് നശിപ്പിക്കണം. നിനക്ക് അത് സാധിക്കൂ. നിന്റെ കഴിവിൽ നമുക്ക് വിശ്വാസമുണ്ട്. അതിനുള്ള വഴികൾ നിനക്ക് ഞങ്ങൾ ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? എന്നാലും ദലീല, ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോളൂ. ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ നിന്നെയും അവനെയും നീ നേടിയതൊക്കെയും നശിപ്പിച്ചു കളയുവാൻ ഈ അധികാരം ഞങ്ങൾക്ക് ധാരാളം. അധികാരം, ഒരു ഇസ്രായേലിൻ്റെ ദൃഢമായ നോട്ടത്തിൽ ചൂളിപ്പോയ അധികാരം. കേവലം ഒരു പെണ്ണിനെ ഭയപ്പെടുത്തുവാനല്ലാതെ ആ അധികാരത്തിന് എന്താണ് അടിസ്ഥാനം? നീ അതിര് കടക്കുന്നു. ദലീല, ഞങ്ങൾ കേവലം വാഗ്വാദങ്ങൾക്ക് വന്നവരല്ല. നീ ഞങ്ങളോടൊപ്പം നിൽക്കണം. ഒന്നുമല്ലെങ്കിൽ നീ ഒരു ഫിലിസ്ത്യ സ്ത്രീയല്ലേ? ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 പൊൻപണം വീതം തരും. അല്ലെങ്കിൽ നീ പറയൂ, എന്താണ് നിനക്ക് വേണ്ടത്? ഇതൊരു തുടക്കം മാത്രം. പക്ഷേ പ്രഭു, ശിംശോൻ മറ്റാരെക്കാളും എന്നെ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് നമ്മുടെ ആയുധം. പണം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ ദലീല. ശരി, ഞാൻ ശ്രമിക്കാം. ഫിലിസ്തീൻ നാടിന് വേണ്ടി ഞാനത് ചെയ്യാം. ഒരു കാര്യം, ഞാൻ ആവശ്യപ്പെടുമ്പോൾ അങ്ങ് പടയാളികളെ എൻ്റെ ഭവനത്തിലേക്ക് അയക്കണം. തീർച്ചയായും. അവർ നിന്റെ അന്തഃപുരത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ? ശക്തിയെല്ലാം ക്ഷയിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നീ അവരെ വിളിച്ചാൽ മതി. അവർ ഓടിയെത്തും. പിന്നെ സഹായത്തിന് തോഴിമാരെ കൂടി കൂട്ടിക്കോളൂ. അവനെ ബന്ദിയാക്കണം. എന്നിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നു. എല്ലാം വേണ്ടതുപോലെ ചെയ്യൂ. എന്താവശ്യവും പടയാളികളെ അറിയിച്ചാൽ മതി. അവനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇതെൻ്റെ വാക്കാണ്. പ്രിയേ, നീ എന്തിനാണ് ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത്? ശിംശോൻ, നിങ്ങൾ മടങ്ങിയെത്തിയോ? നിങ്ങൾ ആ ഫിലിസ്തീൻ പടയാളികളുടെ കയ്യിൽ അകപ്പെട്ടു പോയോ എന്ന് ഞാൻ വല്ലാതെ ഭയന്നു. ഭയപ്പെടാതിരിക്കൂ പ്രിയേ. എനിക്കൊരു അനർത്ഥവും സംഭവിക്കുമെന്ന് നീ ആകുലപ്പെടേണ്ട. വരൂ, അങ്ങ് ക്ഷീണിതനായി കാണുന്നു. കനാൻ ദേശത്തു നിന്ന് കൊണ്ടുവന്ന മുന്തിയ ഇനം വീഞ്ഞാണിത്.
ഇത് കുടിക്കൂ. പ്രിയേ, നിന്റെ കണ്ണുകൾ കലങ്ങിയാൽ എൻ്റെ ഹൃദയം കലുഷിതമാകും. എന്ത് അപരാധമാണ് ഞാൻ നിന്നോട് ചെയ്തത്? പ്രിയനെ, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നമ്മൾ കഴിയുവാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇപ്പോഴും അങ്ങ് എന്നിൽ നിന്ന് രഹസ്യങ്ങൾ മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതെനിക്ക് സഹിക്കുവാനാവുന്നില്ല. എന്തിനാണ് പ്രിയേ അപ്രിയ രഹസ്യങ്ങൾക്ക് വേണ്ടി ഈ സുന്ദരമായ രാത്രി നശിപ്പിച്ചു കളയുന്നത്? എനിക്കറിയണം അങ്ങയുടെ ശക്തിയുടെ രഹസ്യം. അതെൻ്റെ ഹൃദയമാകുന്ന അറയിൽ ഭദ്രമായിരിക്കും. എന്താണ് ദലീല കുട്ടികളെ പോലെ ഇങ്ങനെ വാശി കാട്ടുന്നത്? എങ്കിൽ പറയൂ, എന്താണ് ആ ശക്തിയുടെ രഹസ്യം? അങ്ങ് എന്നോട് പറയൂ. അതറിയാൻ എൻ്റെ ഹൃദയം വെമ്പുകയാണ്. പ്രിയേ, നീ എൻ്റെ ജീവശ്വാസമാണ്. നിന്നോട് ഞാൻ കള്ളം പറയില്ല. എൻ്റെ 7 ജടകൾ നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ ഞാൻ ബലഹീനനാകും. അങ്ങ് വീണ്ടും എന്നെ വിഡ്ഢിയാക്കുകയാണോ? അല്ല റാണി, ഞാൻ കാര്യമായി ആണ് പറഞ്ഞത്. തോഴിമാരെ, അവനെ ബന്ധിക്കൂ. അവൻ്റെ തലയിലെ 7 ജടകൾ നൂൽപ്പാവിൽ ചേർത്ത് നെയ്തു വയ്ക്കൂ. ഇന്ന് നിന്റെ അവസാനമാണ്. നിങ്ങൾ പടയാളികളെ വിവരമറിയിക്കൂ. ശിംശോനെ, എഴുന്നേൽക്കൂ. ഫിലിസ്തീൻ പടയാളികൾ അങ്ങേ ആക്രമിക്കാൻ വരുന്നു. എഴുന്നേൽക്കൂ. ഇനിയും ഞാനിവിടെ നിന്നാൽ എൻ്റെ റാണിയുടെ ജീവൻ ആപത്താണ്. ഞാൻ പോവുകയാണ്. അടുത്ത അമാവാസി നാളിൽ ഞാൻ മടങ്ങിയെത്തും നിന്റെ മടിയിൽ തല ചായ്ച്ചുറങ്ങാൻ. അത് അല്പനേരം കൂടി. ശിംശോൻ, നാട്ടുരാജാക്കന്മാരെയും പ്രഭുകുമാരന്മാരെയും വട്ടം കറക്കുന്നവളാണ് ഈ ദലീല. ആ എന്നെ വളരെ നിസ്സാരമായി കേവലം ഒരു ഇസ്രായേലിയൻ. ശിംശോൻ, നിങ്ങൾ ഇപ്പോൾ രക്ഷപ്പെട്ടുള്ളൂ. പക്ഷേ അമാവാസി നാളിൽ സർവശക്തനായ ദാഗോൻ ദേവന് നീ ബലിയായി അർപ്പിക്കപ്പെടും. ഫിലിസ്ത്യ രാജാവിന് ഈ ഉള്ളവളുടെ ഭവനത്തിലേക്ക് സ്വാഗതം. ദലീല, നിന്റെ വരവേൽപ്പിനും വീഞ്ഞു നുകരുന്നതിനും കൊതിച്ചെത്തുന്ന നാട്ടുപ്രമാണിമാരെ പോലെയും പ്രഭുകുമാരന്മാരെ പോലെയും വെറും ഒരു മൂടനല്ല നാം. പ്രഭു, ഒരു സാവകാശം, ഒരിക്കൽ കൂടി ഒരവസരം ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്. നോക്കൂ രാജൻ, അന്ന് ചീറിയെടുത്ത പെൺപുലിക്ക് പകരം ഒരിളം പേടമാൻ. ലജ്ജാവഹം. പ്രഭു, ആദ്യമൊക്കെ ആ ശിംശോനോട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 തവണയും അവൻ്റെ ശക്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ എന്നെ കബളിപ്പിച്ചു. ഇനി അവനെ ഞാൻ വെറുതെ വിടില്ല. ദലീല, നിനക്ക് ഒരു അവസരം കൂടി തരുവാൻ നാം തയ്യാറാണ്. നിനക്ക് ഇനിയും എത്ര പണം വേണമെങ്കിലും ആവശ്യപ്പെടാം. പക്ഷേ ഇതിൽ പരാജയപ്പെട്ടാൽ നിന്റെ ശരീരം കഴുകന്മാർക്ക് ഭക്ഷണമാകും. ഒരിക്കലുമില്ല പ്രഭു. ഇന്നിവിടെ ഒരു പരിഹാസപാത്രമായി ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അവനാണ്. അവൻ്റെ പതനം കണ്ടേ ഞാൻ അടങ്ങുകയുള്ളൂ. വരുന്ന അമാവാസി നാളിൽ അവൻ തിരികെ എത്തും. ഞാൻ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നിന്റെ വാക്കിപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അമാവാസി നാളിൽ പടയാളികളോടൊപ്പം നാമം ഉണ്ടാക്കും. എല്ലാം പറഞ്ഞതുപോലെ നടന്നാൽ നിന്നെ ഞങ്ങൾ പൊന്നുകൊണ്ട് മൂടും. മറിച്ചാണെങ്കിൽ ആദ്യം നിലയ്ക്കാൻ പോകുന്ന ശബ്ദം നിന്റെ ആയിരിക്കും ദലീല. അങ്ങയുടെ ഹിതം പോലെ പ്രഭു.
കഴിഞ്ഞ തവണയും ഞാൻ ശിംശോനെ പിടികൂടാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടത് മുതൽ റാണിക്ക് എന്തോ ഭ്രാന്ത് പിടിച്ച പോലെയാണ്. അതെ അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. 3 വട്ടം നമ്മുടെ റാണി അവൻ വഞ്ചിച്ചില്ലേ, അതാവും. അവൻ്റെ തലയിലെ 7 ജടകൾ നൂൽപ്പാവിൻ ചേർത്ത് നെയ്താൽ അവൻ്റെ ശക്തി ക്ഷയിക്കുമെന്ന്. എന്നിട്ടോ ആ നെയ്ത്തുതടിയും കുറ്റിയും അടക്കം ഇളക്കി പറിച്ചറിഞ്ഞ് അവൻ രക്ഷപ്പെട്ടില്ലേ? എന്തെല്ലാം അസംബന്ധങ്ങളാണല്ലേ. തോഴിമാരെ, കഴിഞ്ഞ 3 വട്ടവും നമ്മെ പറ്റിച്ചു പോയ ശിംശോൻ ഈ സൂര്യാസ്തമയത്തിന് മുമ്പ് എന്നെ കാണുവാനെത്തും. നമ്മുടെ പക്കലുള്ള ഏറ്റവും വീര്യം കൂടിയ വീഞ്ഞു വേണം തയ്യാറാക്കാൻ. ശരി റാണി. ഇത്തവണ എനിക്ക് പിഴക്കില്ല. ഓരോ പ്രാവശ്യവും ഞാൻ ആ ഫിലിസ്തീൻ പ്രമാണികളുടെ മുന്നിൽ പരിഹാസ്യപാത്രമായി തല താഴ്ത്തി നിന്നു. ഇപ്പോഴിതാ വധഭീഷണി. അതിനെല്ലാം ഉപരി പ്രഭുക്കന്മാരുടെ പണം പറ്റിയിട്ട് ഇന്നേറെ കാലങ്ങളായി. അവരുടെ പുച്ഛത്തോടെയുള്ള പരിഹാസങ്ങൾ എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ റാണി വ്യാകുലപ്പെടാതിരിക്കൂ. ഇത്തവണ അവൻ റാണിയുടെ കെണിയിൽ കുടുങ്ങിയിരിക്കും, ഞങ്ങൾക്ക് ഉറപ്പാണ്. സമയം ഒരുപാടായി, ഒരുക്കങ്ങൾ തുടരട്ടെ. ദലീല, എന്റെ പ്രിയപ്പെട്ട ദലീല. ശിംശോൻ, എത്ര നാളായി ഞാൻ ഈ പൊന്മുഖം കാണാൻ കൊതിക്കുന്നു. എത്ര രാത്രികളാണ് ഈ കുതിരക്കുളമ്പടിക്ക് വേണ്ടി ഞാൻ കാതോർത്തിരിക്കുന്നത്. ആ ഹൃദയത്തിൽ ഒരു തരി സ്നേഹം പോലും ഈ ഉള്ളവളോടില്ല. മേഘാവൃതമായ ആ മുഖം കാണുവാനല്ല ഞാൻ ഓടി വന്നത്. എന്നും എൻ്റെ ഹൃദയത്തിൽ 1000 പൂർണ്ണചന്ദ്രന്മാർക്ക് സമമായ ഈ മുഖമേ ഉള്ളൂ. പുലർച്ചെ ഇറങ്ങിയതാണ് ഞാൻ. ഈ നിമിഷം വരെ ക്ഷീണിതനായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഒരു നോക്ക് കണ്ടപ്പോൾ എൻ്റെ ക്ഷീണമെല്ലാം എവിടെയോ പോയി മറിഞ്ഞു. എല്ലാം വെറുതെ, ചുമ്മാ. എന്നെ കാണുമ്പോൾ ഉള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ലെബനോനിലെ ശോഷണ പുഷ്പങ്ങൾ നിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ ലജ്ജിച്ചു തലതാഴ്ത്തും. ഈജിപ്തിലോ കനാൻ ദേശത്തോ ഇസ്രായേലിലോ നിന്റെ സൗന്ദര്യത്തോട് മത്സരിക്കുവാൻ ധൈര്യമുള്ള ഏതു പെണ്ണുണ്ട്? ഉവ്വ്, ഈ പുകഴ്ത്തലെല്ലാം ഇവിടുന്ന് പോകുന്നത് വരെ മാത്രം. എനിക്കറിയാം, ഈ സ്നേഹം അത് വെറും പൊള്ളയായ പ്രകടനം മാത്രം. അല്ല പ്രിയേ, നിന്നെ മോഹിക്കാത്ത ഏതു പ്രഭുക്കന്മാരാണ് ഈ ദേശത്തും അയൽദേശത്തുമുള്ളത്? നിന്റെ സ്നേഹം അതെനിക്ക് മാത്രം സ്വന്തം. ഞാനെത്ര ഭാഗ്യവാനാണ്. നീ സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി സ്നേഹം ഞാനിതാ എൻ്റെ പ്രിയതമയ്ക്ക് സമർപ്പിക്കുന്നു. വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ ഹൃദയം എനിക്ക് അന്യമായിരിക്കെ നീ എന്നെ പ്രേമിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ആരു പറഞ്ഞു എനിക്ക് സ്നേഹമില്ലെന്ന്? എൻ്റെ ഹൃദയം മാത്രമല്ല, ശരീരവും മനസ്സും എല്ലാം ഞാൻ എൻ്റെ റാണിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ടാണോ എന്നോട് കള്ളം പറയുന്നത്? കള്ളമോ? ഞാനോ? ഇല്ലേ, ശക്തിയുടെ രഹസ്യം ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നീ എന്നോട് കള്ളമായിരുന്നില്ലേ പറഞ്ഞിരുന്നത്? കഴിഞ്ഞ 3 വട്ടവും അങ്ങ് എന്നെ കബളിപ്പിച്ചു. അതിനർത്ഥം എന്നോട് അത്രയ്ക്ക് സ്നേഹമൊന്നുമില്ല എന്നല്ലേ? അത് ചിലപ്പോൾ നാവുപിഴയായിരിക്കാം. ഒരിക്കലും ഞാൻ നിന്നെ പറ്റിക്കുകയില്ല ദലീല. ശക്തിയുടെ രഹസ്യം പറഞ്ഞില്ലെങ്കിലും എൻ്റെ മഹാറാണി ആഗ്രഹിക്കുമ്പോഴൊക്കെ ഞാൻ അരികിലുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ തോഴിമാരുടെ മുന്നിൽ പോലും ഞാൻ വെറും ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറിയില്ലേ? എന്നോട് ആ രഹസ്യം പറയാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, എന്നെ വിശ്വാസമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിടയിൽ അതിപ്പോഴും രഹസ്യമായി ഇരിക്കുകയില്ലല്ലോ. ഈ മഞ്ഞു പെയ്യുന്ന കുളിർ രാത്രിയിൽ എൻ്റെ ശക്തിയുടെ രഹസ്യത്തെ ചൊല്ലി എന്തിനു വെറുതെ നമ്മുടെ സന്തോഷം കളയണം? വരൂ, നമ്മുടെ അരികിലിരിക്കൂ. ഇല്ല, ഇനി ഒരു കോമാളിയായി എനിക്ക് ജീവിക്കണ്ട. ആ രഹസ്യം അറിയാത്തിടത്തോളം നമ്മൾ തമ്മിലുള്ള അകലവും കൂടുകയാണ്. അങ്ങയിൽ നിന്നും അകന്ന് ജീവിക്കുക എന്നത് എനിക്ക് മരണം വരിക്കുന്നതിന് തുല്യമാണ്. ഇനിയും ജീവിക്കുന്നതിന് അർത്ഥമില്ല.
ഇത്ര പരിഭവം എന്തിന് പ്രിയേ? എൻ്റെ ശക്തിയുടെ രഹസ്യം അത് ആ രഹസ്യം പറയൂ ശിംശോൻ, പറയൂ. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവനെ എന്നോട് പറയൂ. എൻ്റെ ശക്തിയുടെ രഹസ്യം അത് എൻ്റെ ശക്തി. ആ ഹൃദയം നീ എനിക്കായി നൽകിയിട്ടുണ്ടെങ്കിൽ പറയൂ, എന്താണത് ശിംശോൻ? അത് ആർക്കും തകർക്കാൻ പറ്റാത്ത ശക്തി. അതൊരിക്കലും ക്ഷൗരം ചെയ്യാത്ത എൻ്റെ ഈ ജടകളാണ്. ശിംശോൻ, ഈ മുടികളോ ശിംശോൻ? അതെ, ഈ മുടികളിൽ ഒരിക്കലും ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ല. നീ പറയുന്നത് സത്യമാണോ? അതോ കഴിഞ്ഞ 4 വട്ടവും പറഞ്ഞതുപോലെ ഇതും കള്ളമാണോ? അല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്, പകൽ പോലെ സത്യം. ശിംശോൻ, ശിംശോൻ, തോഴി, നീ പോയി ഒരു ബലമുള്ള കയർ കൊണ്ടുവരും. വേഗമാകട്ടെ. പിന്നെ ക്ഷൗരം ചെയ്യാനുള്ള സാധനങ്ങളും. തോഴി, പോയി രാജാവിനെയും പ്രഭുക്കന്മാരെയും വിവരം അറിയിക്കൂ. ദലീല, കണ്ടുപിടിച്ചോ അവൻ്റെ ശക്തിയുടെ രഹസ്യം? ഉവ്വ്, ഞാനത് കണ്ടെത്തി. ഇന്നുവരെ ക്ഷൗരം ചെയ്യാത്ത അവൻ്റെ ഈ മുടിയിഴകളാണ് അവൻ്റെ ശക്തിയുടെ സ്രോതസ്. ഇത് മുറിച്ചു കളഞ്ഞാൽ അവൻ ബലഹീനനാവും. പിന്നെ എന്തിനാണ് അമാന്തം? മുറിച്ചു കള അവൻ്റെ ഈ ചെടകൾ. പ്രഭു, എന്നിരുന്നാലും ഇവന്റെ ശക്തി ക്ഷയിച്ചു എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അതെ പ്രഭു, ഈ വട്ടവും അവനിവളെ കബളിപ്പിച്ചതാണെങ്കിലോ? പ്രഭു, വീഞ്ഞിൻ്റെ വീര്യം ഇറങ്ങിത്തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ അവനെ ഉണർത്തി നോക്കാം. അപ്പോൾ അറിയാം അവൻ്റെ ശക്തി ഇല്ലാതായോ എന്ന്. എങ്കിലവൻ ഉണർത്ത്. ശിംശോൻ, ശിംശോനെ, ഇതാ ഫിലിസ്തീൻ പടയാളികൾ അങ്ങേ ആക്രമിക്കാൻ വരുന്നു. എഴുന്നേൽക്കൂ ശിംശോൻ, എഴുന്നേൽക്കൂ. ദലീല, എനിക്ക് എന്തോ സംഭവിച്ചു. ഈ കയറുകൾ ഇതെനിക്ക് എന്റെ മുടിയിഴകൾ, എന്റെ യഹോവേ, ചതി 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 പിടിച്ച് കെട്ടവനെ. ദലീല, ഇതാ പറഞ്ഞതിൽ മേറെയുണ്ട്. വിടന്നെ ദലീല, നീ എന്നെ പ്രഭു, നാം ഇവന്റെ തലയറുത്ത് ഇസ്രായേൽ പരിചകൾക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കട്ടെ. ഈ ഫിലിസ്തീയ സാമ്രാജ്യത്തിന്റെ സൈനിക ശക്തിയെയും ഇസ്രായേൽ ജനങ്ങൾക്ക് നമ്മളോടുണ്ടായിരുന്ന ഭയത്തെയുമെല്ലാം തച്ചുടച്ച ഇവന്റെ മരണം ഇസ്രായേൽ ജനത്തിനൊരു പാഠമായിരിക്കണം. അതുകൊണ്ട് ഇവന്റെ ഇരു കണ്ണുകളും ചൂഴ്ന്നെടുക്കുവാൻ ആജ്ഞ പോലെ പ്രഭു. വേണ്ട വേണ്ട. നോക്കു പ്രഭു, ഇസ്രായേലിന്റെ ശക്തനായ ന്യായാധിപൻ, കുരുടനായ ഇവനെ നമുക്ക് കൈകാലുകൾ ബന്ധിച്ച് കൊട്ടാരം അത് കാഴ്ചക്കിരുത്താം. ഇവനെ ഗാസയിലെ നമ്മുടെ ക്ഷേത്ര കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോ. ഇവന്റെ ദാരുണാന്യം നമ്മുടെ ജനങ്ങൾ കാണട്ടെ.
ജനങ്ങളെ, ഇതാണോ ഇസ്രായേലിന്റെ ആ മഹാശക്തി? ഇവനാണോ നമ്മുടെ സൈന്യത്തെ നിഷ്പ്രഭമാക്കിയവൻ? ഇന്നിവൻ നമ്മുടെ ദൈവമായ ദാഗോന് മുന്നിൽ വെറുമൊരു കളിപ്പാവ് മാത്രം. ഇവന്റെ ദൈവമായ യഹോവ എവിടെ? അവന്റെ കണ്ണുകൾ പോയി, കരുത്ത് നഷ്ടപ്പെട്ടു. കുരുടനായ ഇവനോട് സഹതാപം മാത്രമാണ് എനിക്ക് തോന്നുന്നത്. കഷ്ടം. ദലീല, നീ മിടുക്കിയാണ്. ഫിലിസ്തീനയുടെ അന്തകനെന്ന് സ്വയം വാഴ്ത്തി നടന്ന ഇവനെ നീ തകർത്ത് കളഞ്ഞില്ലേ? സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല. ഇതാ ആ വിധി ഇപ്പോൾ നിസ്സഹായനായി കിടക്കുന്നു. ഇവർ ക്രൂരന്മാരാണ്. അങ്ങേക്ക് ദാഹിക്കുന്നുണ്ടോ? മകനെ, എനിക്ക് ദാഹിക്കുന്നില്ല. ഈ കൊട്ടാരം താങ്ങുന്ന തൂണുകൾക്കരികിലേക്ക് എന്നെ ഇരുത്താമോ? എനിക്കൊന്ന് ചാരണം. എഴുന്നേക്കൂ. ഇതാ അങ്ങയുടെ ഇടതും വലതുമായി തൂണുകളുണ്ട്. സൂക്ഷിക്കണം, പ്രഭുക്കന്മാർ നോക്കുന്നുണ്ട്. യഹോവേ, എൻ്റെ പാപം നിമിത്തം ഞാൻ ഈ അവസ്ഥയിലായി. അവിടുത്തെ അഭിഷിക്തനായ ഞാൻ ഒരു ചതിയിൽ വീണുപോയി. കാഴ്ച നഷ്ടപ്പെട്ട് ഈ കൊടിയ പീഡനങ്ങളെല്ലാം അനുഭവിച്ച അങ്ങയുടെ ദാസന് മാപ്പ് നൽകണമേ. ശിംശോൻ, നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? നിന്നെ ദൈവം ഇപ്പോൾ എവിടെ? പടയാളികളെ, അവനെ തൂണുകളിൽ ബന്ധിക്കൂ. കോപം തോന്നുന്നുണ്ടോ ശിംശോൻ? കഴുതിയുടെ താടിയല്ലോ മറ്റോ കൊണ്ടുവരണമോ ആയുധമായിട്ട്? നോക്കു പ്രഭോ, സിംഹത്തെ ഒറ്റയ്ക്ക് വലിച്ചു കീറിക്കളയുന്നവൻ ദാ ഒന്ന് അനങ്ങുവാനോ എന്തെങ്കിലും കാണുവാനോ കഴിയാതെ അലറിക്കരയുന്നു. എന്തിനാണ് ഈ വേദന സഹിക്കുന്നത്? പരിഹാസമേറ്റ് ഇവിടെ കിടക്കുന്നത് എന്തിന്? വേഗം നിന്റെ യഹോവയെ വിളിക്ക്, എന്നിട്ട് രക്ഷിക്കാൻ പറയൂ. അവൻ സർവശക്തനാണെങ്കിൽ ദാഗോന്റെ ക്ഷേത്രത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചു കൊണ്ടുപോകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഈ ഒരു തവണ കൂടി അവിടുന്ന് എന്നെ ഓർക്കണമേ. പാപിയായ എന്റെ രണ്ട് കണ്ണുകൾക്കും വേണ്ടി ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് ശക്തി നൽകി അനുഗ്രഹിക്കണമേ യഹോവേ. എന്റെ ദൈവം ജീവിക്കുന്നവനാണ്. ഞാൻ ഫിലിസ്ത്യരോടൊപ്പം മരിക്കട്ടെ. ജീവനുള്ള സർവശക്തനായ യഹോവേ, എൻ്റെ സഹോദര, എവിടെയാണ് നീ? ഈ ഫെലിസ്ത്യ കൂട്ടങ്ങളോടൊപ്പം നീ ജീവത്യാഗം ചെയ്തോ? ഇവിടെ ഈ തൂണുകൾക്കിടയിൽ അവൻ മരിച്ചു കിടക്കുന്നു. ശിംശോനെ, ഇതാ
ഫിലിസ്ത്യരുടെ ഈ മഹാക്ഷേത്രം നിന്റെ കാൽക്കൽ തകർന്നു വീണിരിക്കുന്നു. എഴുന്നേൽക്കൂ. നോക്ക്, ഇവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിലേറെ ഫിലിസ്ത്യരെ അവൻ മരിച്ചപ്പോൾ കൊന്നുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ ഇനി ഭീരുക്കളായിരിക്കില്ല. ശിംശോനെ, നിന്റെ ജീവത്യാഗം നമുക്ക് കരുത്തേകും. വരൂ, സോയക്കിനും ഇസ്രായേലിനും മധ്യേ അവന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ നമുക്കവനെ അടക്കം ചെയ്യണം. ശിംശോൻ പാപം ചെയ്തു. അവൻ വീണുപോയി. പക്ഷേ അവൻ പശ്ചാത്തപിച്ചു. ദൈവം അവനെ വീണ്ടും സ്വീകരിച്ചു. ഇത് നമ്മുടെ ജനതയ്ക്ക് ഒരു പാഠമാണ്. നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ ശത്രുക്കൾക്ക് നമ്മെ തകർക്കാനാവില്ല. ഓരോ മനുഷ്യനിലും ദൈവം ശിംശോന് നൽകിയതുപോലെ ഒരു ശക്തി കരുതി വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന മാത്രയിൽ നാമും ശിംശോനെ പോലെയാവും. ആ ശക്തിയുടെ ഉറവിടമാണ് ദൈവഭക്തി.